കോവിഡ് കണക്കുകൾ ഇതിനിടെ വീണ്ടും ഉയരുന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. രാജ്യം കനത്ത ജാഗ്രതയിലാണ്. ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പടരുന്ന കോവിഡ് ഉപവകഭേദമായ JN.1 വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് ജാഗ്രത വർദ്ധിപ്പിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ അപകടകാരി അല്ലെങ്കിലും വേഗത്തിൽ രോഗവ്യാപനം സൃഷ്ടിക്കുമെന്നതാണ് ഈ ഉപവകഭേദം ആശങ്കയുണ്ടാക്കുന്നത്. രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ വലിയ ആശങ്കയായാണ് കോവിഡ് കേസുകൾ വീണ്ടും കുതിച്ചുയരുന്നത്. വളരെ വേഗം പടരുന്ന JN.1 സബ് വേരിയന്റ് കൊറോണ വൈറസിന്റെ സാന്നിധ്യം 3 സംസ്ഥാനങ്ങളിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കേരളം, ഗോവ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ഇത് സ്ഥിരീകരിച്ചത്. ഗോവയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് JN.1 വേരിയന്റ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് JN.1 വേരിയന്റ് ആണോ എന്ന് നടത്തിയ പരിശോധനയിൽ വ്യക്തമായ കാര്യമാണ്. രാജ്യത്താകെയുള്ള കോവിഡ് രോഗികളുടെ കണക്കെടുത്താൽ ഇതിനേക്കാൾ പേടിപ്പെടുത്തുന്നതാണ് സാഹചര്യം. ദിവസങ്ങൾക്കുള്ളിൽ 1000-ലേറെ പേരിലേക്കാണ് കോവിഡ് എത്തിയത് എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ബുധനാഴ്ച മാത്രം 614 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. മെയ് മാസത്തിന് ശേഷം ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ ഏറ്റവും ഉയർന്ന എണ്ണമാണ് ഇത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ ആക്റ്റീവ് കോവിഡ് രോഗികളുടെ എണ്ണം 2311 ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യവകുപ്പിലെ ഉന്നതരുടെ യോഗം വിളിച്ചിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളോടും കനത്ത ജാഗ്രത പാലിക്കാൻ യോഗം നിർദ്ദേശിച്ചു. കോവിഡ് മുൻകരുതൽ മാർഗങ്ങൾ വീണ്ടും നിർബന്ധമാക്കാനാണ് തീരുമാനം. വരും ദിവസങ്ങളിൽ മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിംഗും പാലിക്കണമെന്ന ഉത്തരവുണ്ടാകുമെന്നാണ് സൂചന. ഓരോ സംസ്ഥാനങ്ങളോടും അവിടുത്തെ സാഹചര്യം പരിഗണിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം. ഇപ്പോൾ ആരും ഭയക്കേണ്ട കാര്യമില്ലെന്നും രോഗവ്യാപനം കുറയ്ക്കാൻ ജാഗ്രത പാലിക്കണമെന്നും യോഗത്തിന് ശേഷം മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ തൊട്ടുപിന്നാലെ ഏത് വേരിയന്റാണ് രോഗിയെ ബാധിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ സംസ്ഥാനങ്ങളിലെ ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ വേരിയന്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കേന്ദ്രത്തെ അറിയിക്കണം. എല്ലാ സംസ്ഥാനങ്ങളും കോവിഡ് പരിശോധനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. ന്യൂമോണിയ ബാധിച്ചു വരുന്നവരെയും പ്രത്യേകമായി പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. നേരത്തെ കോവിഡ് ബാധിച്ച് അതിനെ തുടർന്നുള്ള ന്യൂമോണിയയാണോ എന്ന് കണ്ടെത്താനാണ് ഇത്. എല്ലാ സംസ്ഥാനങ്ങളോടും കോവിഡ് രോഗികൾക്ക് നൽകേണ്ട മരുന്നുകളുടെ ആവശ്യത്തിന് സ്റ്റോക്ക് സൂക്ഷിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടറുകൾ, കോൺസെൻട്രേറ്റുകൾ, വെന്റിലേറ്ററുകൾ, വാക്സിനുകൾ എന്നിവയും ആവശ്യത്തിന് കരുതി വെക്കണം. ഇപ്പോൾ പടരുന്ന JN.1 വേരിയന്റിനെ ലോകാരോഗ്യ സംഘടന വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ ഈ വേരിയന്റ് മൂലമുള്ള കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധന വരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. വലിയ അപകടമുണ്ടാക്കുന്ന കോവിഡ് വേരിയന്റ് അല്ലെങ്കിലും വേഗത്തിൽ കൂടുതൽ പേരിലേക്ക് പടർന്നു പിടിക്കുന്നതാണെന്നതാണ് ഗൗരവമേറെ നൽകാൻ കാരണം. വിവിധ രാജ്യങ്ങളിൽ ശൈത്യകാലം തുടങ്ങാനിരിക്കെ വൈറസിന്റെ വ്യാപനം കൂടുമെന്ന വിലയിരുത്തലാണ് ഉള്ളത്. ഇന്ത്യയെ കൂടാതെ ചൈന, സിംഗപ്പൂർ, അമേരിക്ക എന്നിവിടങ്ങളിലാണ് JN.1 വേരിയന്റിന്റെ വ്യാപനം കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വേരിയന്റ് ഓഫ് കൺസേൺ ആയി കണക്കിൽപ്പെടുത്തിയാൽ മാത്രമാണ് പേടിക്കേണ്ടത്. ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതും രോഗപ്രതിരോധ ശക്തി തകർക്കുന്നതുമായ വേരിയന്റുകളെയാണ് ഇങ്ങനെ കണക്കിൽപ്പെടുത്തുക.